ഉയിർപ്പുകാലം രണ്ടാം ശനി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ആത്മീയ അന്ധത. ദൈവത്തെ ഏറ്റുപറഞ്ഞുവെന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവർ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കിയത്. യേശുവിനെയും അതിനു മുൻപ് തന്നെ അവർ സിനഗോഗിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളതാണ്. ദൈവിക സാന്നിധ്യത്തിന്റെ ഇടമാണ് സിനഗോഗ്. ആർക്കു വേണ്ടി അവർ സിനഗോഗിൽ സന്നിധനായിരുന്നുവോ അവനെയും അവനെ ഏറ്റുപറയുന്നവരെയും അവർ പുറത്താക്കി. വലിയ ഒരു ദൈവിക പ്രവൃത്തിയായിട്ടാണ് അവർ അത് ചെയ്തുകൊണ്ടിരുന്നത്. എത്ര വിരോധാഭാസം! ഇന്നും യഥാർത്ഥ ദൈവാന്വേഷികളെ പുച്ഛത്തോടെയാണ് സമൂഹം നോക്കിക്കാണുന്നത്. കാഴ്ചയുണ്ടെന്ന് കരുതുന്നവരെ കാഴ്ചയില്ലാത്തവരും കാഴ്ചയില്ലെന്ന് കരുതുന്നവരെ കാഴ്ചയുള്ളവരുമാകുന്ന ദൈവവചനം ഇവിടെ അന്വർത്ഥമാവുകയാണ്. യഥാർത്ഥ ദൈവാന്വേഷികളെ തേടിപ്പിടിക്കാനുള്ള ദൗത്യമാണ് യേശുവിനുള്ളത്. ദരിദ്രരെയും അവഗണിക്കപ്പെട്ടവരെയും ഒക്കെ തേടിപ്പിടിച്ച് ജീവനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ദൗത്യമാണത്. ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി നൽകാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. കാണുന്നുവെന്ന് അഹങ്കരിക്കുന്ന നാം എല്ലാം വെളിവാക്കപ്പെടുന്ന ന്യായവിധി ദിവസം കാഴ്ചയുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുമോ?